കേരളം ആര് ഭരിക്കും? പിണറായി വിജയൻ മൂന്നാമത് അധികാരത്തിൽ വരുമോ? അതല്ലെങ്കിൽ കെ സുരേന്ദ്രനെങ്ങാലും വലിയൊരു അട്ടിമറി നടന്നിട്ട് കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയാവുമോ? അതുമല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കുമോ? ആർക്കാണ് ജയസാധ്യത? നടുക്കുന്ന ഞെട്ടിക്കുന്ന സർവേ ഫലമാണ് പൊന്നുപ്രേക്ഷകരെ. ഞാൻ പറഞ്ഞത് ശരിയായിട്ടില്ലെങ്കിൽ, ഞാൻ പറയുന്ന കാര്യത്തിൽ ഒന്നോ രണ്ടോ സീറ്റിന്റെ വ്യത്യാസം ഉണ്ടാവും. അല്ലാതെ ഇപ്പം ഞാനിപ്പോൾ കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് ജയിക്കുമോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമോ, കോൺഗ്രസ് ആണോ അധികാരത്തിൽ വരുന്നത്, ഈ കാര്യം ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ ഞാൻ ഇലക്ഷൻ്റെ പിറ്റേ ദിവസം മൊട്ടയടിച്ചിട്ട് നിങ്ങളിലേക്ക് വരും. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് പൊന്നു പ്രേക്ഷകരെ, നടുക്കുന്ന ഞെട്ടിക്കുന്ന സർവേ ഫലമാണ്. നിങ്ങൾ കേട്ടാൽ ഞെട്ടും. ഇതേമാതിരി നടക്കും. വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. വീഡിയോ എവിടേക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്തിട്ട് വെച്ചോളൂ. ഇലക്ഷൻ്റെ പിറ്റേ ദിവസം നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആരാണ്, ഒരു കാര്യം പറയാം, കമൻറ്റ് ബോക്സ് നിങ്ങൾക്കുള്ളതാണ്. ആര് ഭരിക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എനിക്ക് പേഴ്സണലി പാർട്ടിയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ CPM ഭരിച്ചാലും BJP ഭരിച്ചാലും UDF ഭരിച്ചാലും നമ്മൾ സത്യസന്ധമായിട്ടുള്ള സർവേയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ജനങ്ങൾ ആർക്കൊപ്പം അതാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. മുഖ്യമന്ത്രി ആരെന്ന് അതിരിക്കട്ടെ, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന 4 മണ്ഡലം, ഒന്ന് നേമം മണ്ഡലം, അതിനുശേഷം പാലക്കാട്, മഞ്ചേശ്വരം, തൃക്കരിപ്പൂർ, ഈ 4 മണ്ഡലമാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ. 140 മണ്ഡലത്തിൽ ഈ 4 മണ്ഡലത്തിലാണ് ആര് ജയിക്കുമെന്ന് ജനങ്ങൾ നോക്കുന്നത്. അതായത് തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ CPMന്റെ കോട്ടയിലാണ് മത്സരിക്കുന്നത്. അവിടെ സന്ദീപ് വാര്യർ എങ്ങാനും ജയിക്കുമോ നോക്കൂ നിങ്ങൾ. അതായത് തൃക്കരിപ്പൂരിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏത് LDFന്റെ സ്ഥാനാർത്ഥി നിന്ന് കഴിഞ്ഞാലും 10,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ തൃക്കരിപ്പൂരിൽ LDF ജയിക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ അവിടെ എങ്ങാനും വലിയൊരു അത്ഭുതം ഈ പറയുന്ന സന്ദീപ് വാര്യർ ഉണ്ടാക്കുമോ, അത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനുശേഷം മഞ്ചേശ്വരം മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ എത്ര വോട്ട് പിടിക്കും, ആരാണ് ജയിക്കുക, വലിയൊരു ടിസ്റ്റ് ഉണ്ട് എൻ്റെ പൊന്നു പ്രേക്ഷകരെ, അത് പറഞ്ഞുതരാം. അതിനു മുമ്പ് രസകരമായ പാലക്കാടിൻ്റെ സർവേ ഫലത്തിലേക്ക് നമുക്കൊന്ന് പോവാം. ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾ പറയുന്നത് പാലക്കാടിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നാണ്. എന്ത് ഭാവിച്ചിട്ടാണ്? എൻ്റെ പൊന്നു പ്രേക്ഷകരെ, ശോഭാ സുരേന്ദ്രനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. ജനങ്ങളുടെ അഭിപ്രായ പ്രകാരമാണ്. ഞാനൊരു വീഡിയോ ക്ലിപ്പ് വെച്ച് തരാം. അതായത് 100 പാലക്കാടുകാരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആർക്കാണ് എന്ന്. അവർ പറയുന്നുണ്ട് ഞങ്ങൾ ശോഭക്കൊപ്പമാണോ അല്ലെങ്കിൽ രമേശ് പിഷാരടിക്കൊപ്പമാണോ. അതൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കൂ. അതിനുശേഷം ഞാൻ എത്ര വോട്ടിനാണ് അവിടെ രമേശ് പിഷാരടി ജയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുതരാം. ചേട്ടാ, ഇവിടെ നിന്ന് ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? കോൺഗ്രസിന് വരാനുള്ള ചാൻസ് ഉണ്ട്. കോൺഗ്രസ് പിഷാരടി വരും. കോൺഗ്രസ് പിഷാരടി LDF ആണ്. ശോഭ ചേച്ചി LDF ഒന്നുമില്ല. റസാക്കല്ലേ കോൺഗ്രസ്. ശോഭ ജയിക്കട്ടെ. ശോഭ ചേച്ചി ജയിക്കും. ശോഭ സുന്ദരി. ശോഭ ചേച്ചി പിഷാരടി വരും. ശോഭയായിരിക്കും. ശോഭ ജയിക്കും. നമുക്ക് പിഷാരടിയാണ്. NMR പിഷാരടി വരുള്ളൂ. രമേശ് പിഷാരടി ചേട്ടാ. രമേശ് പിഷാരടി. പിഷാരടി ആയിരിക്കും. പിഷാരടി വരുന്നതാണ് ആഗ്രഹം. പിഷാരടിയാണ്. പിഷാരടി എന്ന് എല്ലാവരും പറയുന്നത്. പിഷാരടിക്കാനാണ് സാധ്യത. പിഷാരടി വിജയിക്കണം. NMR ജയിക്കണം. LDF. 3 പേരും ജയിക്കട്ടെ. 3 പേര് ജയിക്കത്തില്ല. അങ്ങനെ ഒരു നിയമമില്ല ഇവിടെ. ശോഭ ചേച്ചി ജയിക്കും. പിഷാരടിക്കും ശോഭയ്ക്കും ചാൻസ് ഉണ്ട്. CPM NMR. ശോഭ ചേച്ചി ജയിക്കാനാണ് സാധ്യത. പിഷാരടി വരും തോന്നൂല്ലേ? UDF വരും. പിഷാരടി ചേട്ടാ, ഇവിടെ ആര് ജയിക്കാനാണ് ചാൻസ് കൂടുതൽ? അറിയില്ല. പിഷാരടി തന്നെ ജയിക്കും. NMR പിഷാരടി. NMR പിഷാരടി. രമേശ് പിഷാരടി. ശോഭ സുരേന്ദ്രൻ. റസാക്കന്നും വരും. പിഷാരടി വരും. പിഷാരടി വരും. ശോഭ സുരേന്ദ്രൻ. റസാക്കന്നും വരും. NMR പിഷാരടി വരും. നോട്ടെ ഇവരാരെയും വേണ്ടേ? പിഷാരടി. പിഷാരിക്കണ മുൻപ് പിഷാരടി തന്നെയാണ്. LDF അല്ല. അതന്നെയാണ്. ശോഭയായിരിക്കും. ഇവിടെ ശോഭ ചേച്ചി. NMR. ശോഭ ചേച്ചിന്നാ തോന്നുന്നത്. NMR നോക്കാം. പിന്നെ BJP. ശോഭ സുരേന്ദ്രൻ. നമ്മൾ NMR ജയിക്കുള്ളൂ. NMR ആരാ ജയിക്കട്ടെ? ശോഭന ജയിച്ചോട്ടെ. കോൺഗ്രസിന് വരുള്ളൂ. ശോഭ സുരേന്ദ്രൻ. BJP. പിഷാരടി. നമ്മുടെ LDF സ്ഥാനത്ത് NMR വരുമെന്നാണ് പറയുന്നത്. BJP വരെ ചാൻസ്. ശോഭ സുരേന്ദ്രൻ. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടോ? അതായത് ആരോട് ചോദിച്ചാലും 100 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ 10-60 പേര് പറയുന്നത് നമ്മുടെ രമേശ് പിഷാരടിയുടെ പേരാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യധാരാ മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ് അടങ്ങുന്ന മാധ്യമങ്ങൾ പറയുന്നത് അവിടെ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നാണ്. സത്യസന്ധമായിട്ട് വാർത്ത കൊടുത്തൂടെ? ശോഭാ സുരേന്ദ്രൻ ചിത്രത്തിൽ എൻ്റെ പൊന്നു പ്രേക്ഷകരെ തല മൊട്ടയടിക്കും ഞാൻ അവിടെ. ഈ പറയുന്ന ഓള് ജയിച്ചു കഴിഞ്ഞാൽ, മറ്റേ ഈ ശോഭാ സുരേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ എത്ര വോട്ടിന് പിഷാരടി ജയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ, അതായത് എൻ്റെ കണക്ക് പ്രകാരം
പിഷാരടി 8450 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അവിടെ പിഷാരടി ജയിക്കും. എഴുതി വെച്ചോളൂ. അതായത് 8000-ൽ കുറയാത്ത ചിത്രത്തിലില്ല ശോഭാ സുരേന്ദ്രൻ. ആദ്യം വോട്ടെണ്ണുന്ന ആദ്യ ഒരു അരമണിക്കൂർ അവിടെ ശോഭാ സുരേന്ദ്രൻ ലീഡ് ചെയ്യും. അത് BJP ശക്തി കേന്ദ്രമാണ്. അതിനുശേഷം പിഷാരടി അങ്ങ് വളർന്ന് ഒരുപക്ഷെ രാഹുൽ മാങ്കൂടത്തിന് കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ പിഷാരടി ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ഇതിന്റെ 2-3 കാരണം ഞാൻ പറയാം. ഒന്നാമത്തെ കാരണം നമ്മുടെ രാഹുൽ മാങ്കൂടത്തിൽ വന്ന തുടർച്ചയായിട്ടുള്ള കേസാണ്. LDFകാരും BJPയും വിചാരിച്ചത് രാഹുലിന് പെണ്ണ് കേസ് വന്നപ്പോൾ രാഹുലിന് എതിരായിരിക്കും, അതുകൊണ്ട് രാഹുലിന് വോട്ടിട്ടവർ പിഷാരടിക്ക് വോട്ടിടൂല എന്നാണ് ചിലർ വിചാരിച്ചത്. എന്നാൽ അതല്ല. ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ സംസാരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം അറിയാൻ പറ്റും, ജനങ്ങൾ രാഹുലിനൊപ്പമാണ്. സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പം ഞാനെന്നല്ല, ആര് രാഹുലിന് സപ്പോർട്ട് കൊടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ വല്ലാതെ സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്, രാഹുലിന് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ 3 കേസ് അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. രാഹുൽ തെറ്റുകാരനോ അല്ലേ എന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഒരു കാര്യം ഞാൻ പറയാം പൊന്നു പ്രേക്ഷകരെ, പക്ഷേ ജനങ്ങൾ വിചാരിച്ചത് ആ കേസ് ഇല്ലാത്ത കേസാണ്, 3 കേസ് രാഹുലിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേസ് എന്നാണ് ജനങ്ങൾ വിചാരിച്ചത്. ഞാൻ അതിനെക്കുറിച്ചിട്ട് ഇഷ്ടംപോലെ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. അത് കോടതിയാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാം, ശോഭാ സുരേന്ദ്രൻ അതായത് രാഹുലിന് കേസ് വന്നതുകൊണ്ട് ശോഭ അവിടെ ജയിക്കുമെന്ന് റിപ്പോർട്ടർ ചാനലും ഏഷ്യൻ ന്യൂസൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു മണ്ടത്തരമാണ്. അവിടെ ജയിക്കാൻ പോകുന്നത് ഇത്തിരി പോലും മത്സരം ഫൈറ്റില്ലാതെ 8000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ രമേശ് പിഷാരടി ജയിക്കും, ഇല്ലെങ്കിൽ മൊട്ടയടിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് മഞ്ചേശ്വരം മണ്ഡലം. മഞ്ചേശ്വരത്ത് ആര് ജയിക്കും? നടുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു സർവേ ഫലമാണ്. അതായത് ഞാനൊരു കാര്യം പറയാം. എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു, SDP ആ സമയത്ത് SDP സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ആ സ്ഥാനാർത്ഥിയുടെ പേര് അഷ്റഫ് എന്നായിരുന്നു. എന്നാൽ ആ സ്ഥാനാർത്ഥി അതായത് അദ്ദേഹത്തിന്റെ നോമിനേഷൻ പിൻവലിച്ചിട്ടില്ലെങ്കിൽ അവിടെ കെ സുരേന്ദ്രൻ ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം SDP അവിടെ നിന്നിരുന്നെങ്കിൽ, മത്സരിച്ചിരുന്നെങ്കിൽ പൊന്നു പ്രേക്ഷകരെ, കുറഞ്ഞത് 2000-ഓ 3000-ഓ വോട്ട് എന്തായാലും SDP കിട്ടും. എന്നാൽ മഞ്ചേശ്വരത്തിൻ്റെ ഒരു ട്രെൻഡ്, അവിടെ കഴിഞ്ഞ പ്രാവശ്യം AKM അഷ്റഫ് ജയിച്ചത് വെറും 699 വോട്ടിനാണ്. നമുക്ക് 700 അങ്ങനെ കണക്കാക്കാം. വെറും 700 വോട്ടിനാണ് അവിടെ AKM അഷ്റഫ് ജയിച്ചത്. അതിന് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അതായത് PV അബ്ദുൾ റസാഖ് ജയിച്ചത് വെറും 89 വോട്ടിനാണ്. അങ്ങനെയിരിക്കെ നമ്മുടെ SDP-യുടെ 2000-ഓ 3000-ഓ വോട്ടിന് നല്ല വിലയുണ്ട്. SDP സ്ഥാനാർത്ഥി അവിടെ ഉണ്ടെങ്കിൽ 100% അവിടെ കെ സുരേന്ദ്രൻ ജയിച്ചു വരും, അത് ഉറപ്പാണ്. പക്ഷേ നിലവിൽ SDP സ്ഥാനാർത്ഥി അവിടെ ഇല്ല. അതുകൊണ്ട് കെ സുരേന്ദ്രൻ ചിത്രത്തിലില്ല. കുറഞ്ഞത് എൻ്റെ സ്വന്തം മണ്ഡലമാണ് മഞ്ചേശ്വരം. ഇത് ഞാനും AKM അഷ്റഫിൻ്റെ ഒരു സെൽഫിയാണ്. അതായത് ഒരു കാര്യം ഞാൻ പറയാം, അതായത് എൻ്റെ ഒരു കാൽക്കുലേഷൻ നമുക്കറിയാൻ പറ്റുന്ന രീതിക്ക് കുറഞ്ഞതൊരു 1750 വോട്ടിനെങ്കിലും AKM അഷ്റഫ് ഇവിടെ ജയിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. എഴുതി വെച്ചോളൂ നിങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, എന്തുകൊണ്ടാണ് AKM അഷ്റഫ് ജയിക്കുന്നത്? ഇയാളൊരു നല്ല മനുഷ്യനാണ്. ഓക്കെ, ഇദ്ദേഹം എവിടെ രാമന്റെ വീട്ടിൽ കല്യാണമുണ്ടെങ്കിലും, മുഹമ്മദിന്റെ വീട്ടിൽ കല്യാണമുണ്ടെങ്കിലും, വിൻസെന്റിന്റെ വീട്ടിൽ കല്യാണമുണ്ടെങ്കിലും ഈ മനുഷ്യനുണ്ടല്ലോ, ഈ പറയുന്ന AKM അഷ്റഫ് ഫ്രീ ഉണ്ടെങ്കിൽ അദ്ദേഹം ഓടിയെത്തുന്നുണ്ട്. ജനങ്ങൾ ഇപ്പോൾ അഷ്റഫ് ച, ഞങ്ങളൊക്കെ വിളിക്കുന്നത് അഷ്റഫ് ച എന്നാണ്. ആര് അഷ്റഫ് ച ഇന്ന് കൃഷ്ണന്റെ വീട്ടിൽ വലിയൊരു പ്രശ്നമായിട്ടുണ്ട്, എന്തെങ്കിലും തീ പിടിച്ചിട്ടുണ്ട്, ഒന്ന് വരുമോ എന്ന് ചോദിച്ചാൽ അഷ്റഫ് മറ്റേ മഞ്ചേശ്വരത്ത് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം ഓടിയെത്തും. ജനങ്ങളിപ്പോൾ എന്തിന് വേണം, ജനങ്ങളിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ്, പ്രൂഫ് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പ്രൂഫ് തരാൻ തയ്യാറാണ്. അതായത് എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് ഒരു വീട് ജപ്തിയാവുന്ന അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ നമ്മുടെ AKM അഷ്റഫ് നിന്നിട്ട് AKM അഷ്റഫിന്റെ നല്ലൊരു ഇടപെടൽ കൊണ്ടിട്ട് ആ വീട് ജപ്തി ഒന്നും ആയിട്ടില്ല. അതാണ് അങ്ങനെയുള്ള നേതാക്കളാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടൊരു കാര്യം പറയാം, നമ്മുടെ AKM അഷ്റഫാണ് മഞ്ചേശ്വരത്ത് ജയിക്കാൻ പോകുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല പൊന്നു പ്രേക്ഷകരെ. അതിനുശേഷം നമ്മൾ നേമം മണ്ഡലം നോക്കുകയാണെങ്കിൽ BJPക്ക് ആകെ എൻ്റെ ടോട്ടൽ സർവേയിൽ കേരളത്തിൽ എത്ര സീറ്റ് നേടുന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, ആകെ BJPക്ക് കിട്ടാൻ പോകുന്ന ഒരു സീറ്റ് നേമം മണ്ഡലത്തിലാണ്. ഓക്കെ, അവിടെ എന്തായാലും മറ്റേ രാജീവ് ചന്ദ്രശേഖർ ജയിക്കാനാണ് സാധ്യതയുള്ളത്. അതിപ്പോൾ ഞാൻ പഠിച്ച 18ന്റെ പണിയും നോക്കി അവിടെ LDF, അതായത് LDFിനാണ് അവിടെ മുൻതൂക്കമുള്ളത്. എന്നാലും അവിടെ അതായത് ഈ പറയുന്ന NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു സർവേ നിഗമനം. ഏകദേശം 2000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ അവിടെ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്നാണ്. പിന്നെ എനിക്കറിയത്തില്ല, കാരണം
ഭരണവികാര വിരുദ്ധതയാണ്. അവിടെ കോൺഗ്രസ് ഒരിക്കലും ജയിക്കത്തില്ല. നിയമമണ്ഡലത്തിലുള്ളവർക്കറിയാം അവിടെ മത്സരം BJPയും ഈ പറഞ്ഞ LDFും തമ്മിലാണ്. ഓക്കെ, എൻ്റെ അറിവിൽ അങ്ങനെയാണ്. അതുകൊണ്ട് ഭരണവികാര വിരുദ്ധത ഉള്ളത് കൊണ്ട് LDFിന് ആരും വോട്ടിടൂല. UDF ശക്തി, അതായത് UDFിന് നല്ല വോട്ട് കിട്ടും. പക്ഷെ അത് രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് മറികടക്കാൻ UDFിന് സാധിക്കൂല. 2ാം സ്ഥാനത്ത് ഒരു പക്ഷേ UDF വരാൻ ചാൻസ് ഉണ്ട്, ഉറപ്പ് പറയുന്നില്ല ഞാനൊക്കെ. നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് തൃക്കരിപ്പൂരിന്റെ ചരിത്രം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് EMS മുതൽ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയാണ് EMS, CPMന്റെ മുഖ്യമന്ത്രിയാണ്. ആ EMS ഉള്ള സമയം തൊട്ട് തൃക്കരിപ്പൂർ മണ്ഡലം LDFിന്റെ കോട്ടയാണ്. LDF ഇപ്പോൾ എന്നെ കൊണ്ടേ നിർത്തിയാലും നിങ്ങൾ ആരെ കൊണ്ടേ നിർത്തിയാലും അവിടെ ഒരു പ്രചാരണം നടത്താതെ LDF സ്ഥാനാർത്ഥി ഇന്നയാള്, ഒരു എക്സാമ്പിൾ പറയാം, തൃക്കരിപ്പൂരിൽ LDF സ്ഥാനാർത്ഥി അൽത്താഫ് എന്ന് ഒരു എക്സാമ്പിൾ സങ്കല്പിക്കുന്നേ, ഞാൻ വീട്ടിൽ മിണ്ടാതെ കിടന്നുറങ്ങിയാലും ആ മണ്ഡലത്തിൽ ജയിക്കാൻ പോകുന്നത് LDF ആണ്. കാരണം അത് LDFിന്റെ വലിയൊരു കോട്ടയാണ്. എക്കാലത്തും ആ ഒരു കോട്ട LDFിന് മാത്രമാണ് നിയമസഭ വരുമ്പോൾ. എന്നാൽ ഇപ്രാവശ്യം അവിടെ സ്ഥാനാർത്ഥിയായത് സന്ദീപ് വാര്യറാണ്. സന്ദീപ് വാര്യരുടെ ഓരോ നീക്കം കണ്ടിട്ട് LDFിന് വോട്ടിട്ട ചങ്ങായിമാർ പറയുകയാണ്, ഇത്തവണ ഞങ്ങൾക്ക് LDF വേണ്ട, ഞങ്ങൾക്ക് UDF മതി, സന്ദീപ് വാര്യർ മതി എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, വലിയ ഭൂരിപക്ഷം ഒന്നും ഞാൻ പറയുന്നില്ല. സന്ദീപ് വാര്യർ മിനിമം 1000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ തൃക്കരിപ്പൂരിൽ ജയിച്ചു കയറും. അത് വലിയൊരു അത്ഭുതമാവും. അതിന്റെ പ്രധാന കാര്യം ഒന്ന് ഭരണവികാര വിരുദ്ധതയാണ്. അതായത് പിണറായി വിജയന്റെ 2ാമത്തെ ഭരണം ഞാൻ പറയേണ്ടല്ലോ, ഞാൻ വിമർശിക്കുന്നതല്ല. നാളെ VD സതീശൻ മുഖ്യമന്ത്രിയായിട്ട് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ വിളിച്ച് പറയും, നമ്മളെ പണി ഇതാണ്. അതായത് ഭരണവികാര വിരുദ്ധത നല്ലോണം ഉള്ളത് കൊണ്ട് തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ ഉറപ്പായിട്ടും ജയിക്കും. 2ാമത്തെ കാരണം സന്ദീപ് വാര്യർ അവിടെ ജയിക്കാനുള്ള 2ാമത്തെ കാരണം അതൊരു സന്ദീപ് വാര്യർ ആയതുകൊണ്ട്, അദ്ദേഹം സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അദ്ദേഹത്തിന് കുറെ വോട്ട് കിട്ടും, BJP വോട്ടും കിട്ടും, LDF വോട്ടും അദ്ദേഹത്തിന്റെ പേരും ആയതുകൊണ്ട്, അദ്ദേഹമായതുകൊണ്ട് ഉറപ്പായിട്ട് കിട്ടും. അതിൽ യാതൊരു തർക്കവുമില്ല പൊന്നു പ്രേക്ഷകരെ. അപ്പൊ നമുക്ക് കേരളം ആര് ഭരിക്കും ആ ഒരു സർവേത്തിലേക്ക് പോവാം. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ വേണമെങ്കിൽ മറ്റന്നാൾ നോക്കിക്കോളൂ. അതായത് 1-2 മനുഷ്യന്മാരാണ് നമുക്ക് എല്ലാം നമ്മൾ പറയുന്നത് ശരിയെന്ന് പറയുന്നില്ല. അതായത് നിങ്ങൾ ഈ 1-2 സീറ്റിന്റെ ഡിഫറൻറ്റ് ഉണ്ടാവും. ഞാൻ പറയുന്നത് 98 സീറ്റ് നേടി UDF അധികാരത്തിൽ കയറും. 1 സീറ്റ് BJPക്കും, ബാക്കി 41 സീറ്റിൽ ഒരു 37 സീറ്റ് LDFിനും, 2-3 സീറ്റ് മറ്റുള്ളവർക്കും കിട്ടും. ഇത് ഉറപ്പാണ്. ഞാനൊരു കാര്യം പറയാം, ഈ തെരഞ്ഞെടുപ്പിൽ LDFിന്റെ ഒരു പക്ഷേ ധർമ്മടത്ത് പിണറായി വിജയൻ അടക്കം വിറക്കും. പിണറായി വിജയൻ ജയിക്കൂല ഞാൻ പറഞ്ഞു, പക്ഷെ വിറക്കും. LDFിന്റെ അതായത് 37 സീറ്റ് LDFിന് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഈ 37 സീറ്റും വലിയ രീതിയിൽ, അതായത് കഷ്ടപ്പെട്ട് വിറച്ചിട്ടായിരിക്കും കിട്ടുന്നത്. അത്രക്കും ഭരണവികാര വിരുദ്ധതയുണ്ട് പൊന്നു മനുഷ്യന്മാരെ, അത്രക്കും ഭരണവികാര വിരുദ്ധതയുണ്ട്. അതുകൊണ്ട് LDF ഈ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് നീക്കണം. തോൽവി ഉറപ്പാണ് LDFിന്. പക്ഷെ എത്ര സീറ്റ് കിട്ടും, എങ്ങനെയായിരിക്കും അവർ തോക്കുന്നത്, അതാണ് കണ്ടറിയേണ്ടത്. ഞാനിവിടെ LDFിനെ ചെറുതാക്കുന്നതല്ല, LDFിന്റെ സ്ഥാനാർത്ഥികളോട് തന്നെ നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ UDF എന്തുകൊണ്ട് ജയിക്കും ചോദിച്ചു കഴിഞ്ഞാൽ 10 വർഷത്തെ ഭരണം തന്നെയാണ്. ആര് മുഖ്യമന്ത്രി ആവണമെന്ന് നിങ്ങളുടെ ആഗ്രഹം ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ പറയുന്നത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണം. കാരണം അദ്ദേഹം വലിയൊരു നേതാവാണ്, നല്ലൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും.